കുറേ പേർക്ക് ഇൻസ്റ്റയിലും സ്നാപ്പിലും മെസ്സേജ് അയച്ചു. ഞാൻ മാത്രമല്ല, ഒരാളും കൂടെ ഉണ്ട്. ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് തിരുവോണമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫാമിലിയുടെ വക എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും ഇന്ന് ഓണക്കോടി കൊടുത്തിട്ടും പൂക്കളിടുന്നതും അമ്പലത്തിൽ പോകുന്നതിൻ്റെയും ഹറി ബറി റഷിലാണെന്ന് എനിക്കറിയാം. ഞാനും കുറച്ച് റഷിലാണ് ഗൈസ്. 2 days ബിഫോർ ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഒരു ഷോർട്ട് വ്ളോഗാണ്. അപ്പം ആ വ്ളോഗ് കണ്ടിട്ട് കുറേ പേർക്ക് ഇൻസ്റ്റയിലും സ്നാപ്പിലും മെസ്സേജ് അയച്ചു, എന്നാൽ ഒരു ഫുൾ ഡെയിലി വ്ളോഗ് ഇടുക ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവരെല്ലാവരും റിക്വസ്റ്റ് പ്രകാരം ഇന്ന് വീട്ടിലത്തെ ഓണം സെലിബ്രേഷൻ്റെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് തീരുമാനിച്ചു. ഗൈസ്, എൻ്റെ കോലം കണ്ടാൽ തന്നെ അറിയാം ഞാൻ ഒന്നിനും റെഡിയല്ല. കുറച്ച് ദിവസമായിട്ട് ഓണത്തിൻ്റെ ഓട്ടപ്പാച്ചിലായിരുന്നു. കോളേജിലത്തെ ഓണം സെലിബ്രേഷൻ അത് ഇതൊക്കെ ആയിട്ട്. പിന്നെ ഇന്നലെ ആയിരുന്നു എൻ്റെ ഓണത്തിൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയത്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വരുമ്പോഴത്തേക്ക് ഉറങ്ങാൻ ലേറ്റായി. അപ്പോൾ അതുപോലെ എണീക്കാനും ലേറ്റായി. അതാണ് സത്യം ഗൈസ്. അങ്ങനെ പറഞ്ഞ് ഒരുപാട് ലേറ്റായി. ഞാൻ പോയി ഫ്രഷ് ആവട്ടെ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ റെഡി ആവാത്തതെന്ന്. ഇന്ന് ഞാനല്ല മേക്കപ്പ് ചെയ്യുന്നത്. എൻ്റെ ഒരു കസിൻ്റെ സിസ്റ്ററാണെങ്കിൽ മേക്കപ്പ് ചെയ്ത് തരുന്നത്. അതും ഒരു സിമ്പിൾ മേക്കപ്പാണ്. കുറച്ച് ഫോട്ടോഷൂട്ടും അത് ഇത് കാര്യങ്ങളുണ്ടോണ്ടാണ്. അപ്പോൾ ലാഷ് റൂം പറഞ്ഞ് ബ്യൂട്ടി പാർലറിലേക്ക് പോകാൻ ഞാനിത് എല്ലാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡിയായി നിൽക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇന്നത്തെ എൻ്റെ ഒരു വ്ളോഗിൽ ഞാൻ മാത്രമല്ല, ഒരാളും കൂടെ ഉണ്ട്. അത് വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം ചേച്ചിയാണ്. ഫസ്റ്റ് ടൈമാണ് വ്ളോഗിൽ വരുന്നത്. അപ്പോൾ ഞാനും ചേച്ചി കൂടെയാണ് അങ്ങോട്ട് പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ബ്യൂട്ടി പാർലർ. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഇവിടെ ഏച്ചിനെ ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. ഞങ്ങളിതാ എല്ലാ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ടാണ് വന്നത്, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇനി ബാക്കി ഏച്ചി വന്നിട്ട് കാണാം. അങ്ങനെ ചേച്ചിയൊക്കെ വന്ന് ഇനി ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ എൻ്റെ മേക്കപ്പൊക്കെ ഒന്ന് ഫിനിഷായി. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ?
ഇനി അടുത്തത് എൻ്റെ ഏച്ചീൻ്റെ മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഏച്ചിയുടെ ഫൈനൽ ലുക്കാണിത്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഓണക്കോടി എന്ന് പറയുന്നത്. ഇവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഞങ്ങൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഒന്നും ഒരു ജീവി പോലും ഇല്ല. ഓണമായതുകൊണ്ട് എല്ലാ കടകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. കുറച്ച് വീഡിയോസും ഫോട്ടോസും റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഈ നടു റോഡിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കളിക്കാൻ പോകുന്നത്. ഫോട്ടോഷൂട്ടും വീഡിയോസൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് മടങ്ങുകയാണ്. ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ടയേർഡായി. അപ്പോൾ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കഫേയിൽ കയറിയതാണ്. ഞാനും ചേച്ചിയും കൂടിയാണ് കയറിയത്. ഇനി ചായ കുടിച്ചിട്ട് കാണാം. അങ്ങനെ ഇന്നത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പം കുറച്ച് മുന്നേ എത്തിയിട്ടുള്ളൂ വീട്ടിലേക്ക്. അപ്പം ഇന്നത്തെ ഞങ്ങളെ വീട്ടിലത്തെ പൂ ഇതാണ്. ഞാനൊന്നല്ല ഇട്ടത്, അമ്മാണ് ഇട്ടത്. അപ്പം ഇതാണ് ഇന്നത്തെ ഓണത്തിൻ്റെ നമ്മുടെ ഗൈസ്. ഇന്ന് ഫുൾ ബിസി ആയിരുന്നു. ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ എഡിറ്റിങ്ങിലും വീഡിയോസിലൊക്കെ ഒക്കെ തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ അമ്മ സദ്യയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ തിന്ന് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് സദ്യേൻ്റെ വീഡിയോ സാരി നമുക്ക് അടുത്ത ഓണത്തിന് സെറ്റാക്കാം. പക്ഷേ കേരളത്തിൻ്റെ ഒരു രീതി വെച്ച് കഴിഞ്ഞാൽ സദ്യ അങ്ങോട്ട് പൂർത്തിയാവണമെങ്കിൽ പായസം വേണം. എന്നാൽ മാത്രമേ സദ്യ അങ്ങോട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം ഇത് അടപ്പായസമാണ്. ഇനി ഈ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് ചെറിയൊരു ഔട്ടിങ്ങിന് പോകുന്നുണ്ട്. അപ്പം
അതിനൊക്കെ ഒന്ന് പോകാൻ റെഡി ആവണം. കൊള്ളാം, അടിപൊളിയാണ്. അപ്പം ഇതാണ് എൻ്റെ ഔട്ടിങ്ങിന് പോകുന്ന ഒരു സിമ്പിൾ ലുക്ക്. അപ്പോൾ എൻ്റെ ഇവിടെയാണ് പുതിയതായിട്ട് തുറന്ന ഒരു ലുലു മോളുണ്ട്. അപ്പം ഞങ്ങൾക്ക് അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ബാക്കി അവിടെ വെച്ചിട്ട് കാണാം. ഇവിടെ ഓട്ടോ ഇല്ല, ഞങ്ങൾ ഓട്ടോന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. ഇവിടെ ഒരു ഓട്ടോ പോയി. ഓട്ടോയിൽ പോയാൽ ഇപ്പോൾ എത്തൂല എന്ന് മനസ്സിലായി. ഇവിടെ ഫുൾ ബ്ലോക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ്. ഇതാണ് നമ്മുടെ പുതിയ തുറന്ന ലുലു മോള്. ഞങ്ങളങ്ങനെ നടന്ന് ഇവിടെ എത്തി. എന്നിട്ടും ഇവിടുത്തെ ബ്ലോക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഫുൾ ബ്ലോക്ക് തന്നെയാണ്. നമ്മൾ നടന്നുകൊണ്ടാണ് ഇപ്പോൾ എത്തിയത്, ഇല്ലെങ്കിൽ ഇപ്പോഴും എത്തത്തില്ല. ഇവിടെ കുറേ ഫോട്ടോ എടുക്കാനൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പുറം മാത്രം കണ്ടാൽ പോരാലോ, നമുക്ക് ഉള്ളിലും ഒന്ന് കയറി ചെല്ലണ്ടേ. അപ്പോൾ ബാക്കി നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് കാണാം. ഓണായതുകൊണ്ട് മാവേലിയൊക്കെ എത്തിയിട്ടുണ്ട്. മാവേലി ഇവിടെ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഞങ്ങൾ ഡ്രസ്സിൻ്റെ ഷോപ്പിലാണ്. ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ്, മേടിക്കുന്നില്ല. ഇവിടെ എല്ലാത്തിനും നല്ല റേറ്റാണ്. ലക്ഷത്തിൻ്റെ TV ആണ് മേടിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ലാത്തതിനെ കൊണ്ട് നമ്മൾ മേടിക്കുന്നില്ല. അതുകൊണ്ടാണ് പൈസ ഇല്ലായിട്ടല്ല കേട്ടോ. എനിക്കിങ്ങനത്തെ ടെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങ് എടുക്കുക, പക്ഷേ എൻ്റെ പൈസ ഇല്ലാത്തതിനെ കൊണ്ട് അതുപോലെ വെക്കുകയാണ്. നിങ്ങൾക്കാർക്കെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് തരണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ മേടിച്ച് തന്നാൽ മതി. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസിനോടാണ് കൂടുതൽ താല്പര്യം. ഇങ്ങനത്തെ ഓരോ ടെടി അതൊക്കെ ആകുമ്പോൾ നമുക്ക് കിടന്നുറങ്ങാൻ പൊത്തി പിടിച്ച് കിടക്കാൻ സുഖമാണല്ലോ. കണ്ടോ നിങ്ങൾ, വേറൊരു വെറൈറ്റി സാധനം, കളർഫുൾ, നല്ല രസമുണ്ട്. പക്ഷേ ഇത് കണ്ടിട്ട് തന്നെ രാവിലെ നമ്മൾ തന്നെ പേടിച്ച് പോകും. എന്തിനാ വെറുതെ അവിടെ വെക്കുക. ലുലു മോളിൽ ഫുൾ തിരക്കാണ്, ജനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഫുഡ് കഴിക്കാനായാലും ഇവിടെ സ്ഥലമില്ലാത്ത പോലെയാണ്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ നല്ല റേറ്റാണ്. പക്ഷെ ഞാൻ ഇവിടുന്ന് ഒന്നും മേടിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ വെറുതെ കാണാൻ വേണ്ടി ഇവിടെ കയറിയതാണ്. ഞങ്ങളങ്ങനെ മടങ്ങി പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയ ടൈം പോകുന്നതേ അറിയില്ല. ഒത്തിരി സാധനങ്ങളുണ്ട് കാണാനും മേടിക്കാനും. മുകളിൽ കുറേ ഗെയിംസൊക്കെ ഉണ്ട്. കുഴപ്പമില്ല.
കയറിയതേ ഉള്ളൂ വീട്ടിൽ. ട്രാവലൊക്കെ ചെയ്തോണ്ട് നല്ല ടയേർഡായി, നല്ല ഉറക്കം വരുന്നുണ്ട് എനിക്ക്. ഇപ്പം ബെഡിൽ പോയി കിടന്ന് ചെത്തമാരി കിടക്കും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇന്നത്തെ എൻ്റെ ഒരു ഓണം വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യും. ഒരു വ്ളോഗുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്ക് ബൈ.